ബംഗളൂരുവിലെ ചർച്ച് സ്ട്രീറ്റിൽ ഇന്നലെ ഉണ്ടായ സ്ഫോടനം ഭീകരാക്രമണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആവശ്യമെങ്കിൽ അന്വേഷണം എൻഐഎ ഏൽപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. സ്ഫോടനത്തിന് പിന്നിൽ നിരോധിത സംഘടനയായ സിമിയാണെന്നാണ് ആഭ്യന്തര മന്ത്രാലയം സംശയിക്കുന്നത്. കർണാടക സർക്കാരിൽ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരുവിലേത് ഭീകരാക്രമണമാണെന്ന വിലയിരുത്തലിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എത്തിച്ചേർന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ദില്ലിയിൽ ചേർന്ന ഉന്നതതല യോഗം സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ, ആഭ്യന്തര സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ മേധാവി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സ്ഫോടനത്തെപ്പറ്റി രഹസ്യാന്വേഷണ ഏജൻസി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കർണാടക സർക്കാരിന്റെ വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്വേഷണം എൻഐഎ ഏൽപ്പിക്കണമോ എന്ന് തീരുമാനിക്കും. പുതുവത്സരാഘോഷങ്ങൾക്ക് മുന്നോടിയായി ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ബംഗളൂരുവിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് കർണാടക സർക്കാരിനോട് ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. सेंट्रल गवर्नमेंट के जिस भी प्रकार के असिस्टेंस की आवश्यकता होगी वह असिस्टेंस देने को हम पूरी तरह से तैयार हैं, लेकिन मैं पुनः स्टेट गवर्नमेंट से ही अपील करना चाहूँगा कि जल्दी से जल्दी CCTV कैमरे वहाँ पर बेंगलोर में लगाए जाने चाहिए. ഹൈദരാബാദിൽ നിന്നും ഡൽഹിയിൽ നിന്നുമുള്ള NIA സംഘം ബംഗളൂരുവിലെത്തിയിട്ടുണ്ട്. നിരോധിത സംഘടനയായ സിമിക്ക് സ്ഫോടനത്തിൽ പങ്കുണ്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിഗമനം. IS ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന മെഹദി മസ്രൂർ ബിശ്വാസിന്റെ അറസ്റ്റുമായി സ്ഫോടനത്തിന് ബന്ധമുണ്ടാകുമെന്ന് കർണാടക സർക്കാർ കരുതുന്നു. സംഭവത്തെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തുമെന്ന് ബംഗളൂരുവിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയും മുംബൈയും ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. റിപ്പോർട്ടർ, ദില്ലി.